സമദൂരമായിരുന്നു NSSന്റെ ലൈൻ. അതിപ്പോൾ ഇടത്തേക്ക് ചായുന്നോ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഇന്നത്തെ പ്രതികരണം. ഇടതുമുന്നണിയുമായും പ്രത്യേകിച്ച് CPMമായും മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസമാണ് ഇടതുമുന്നണിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയത്. ശബരിമല യുവതീ പ്രവേശന വിഷയം കത്തി നിന്ന കാലത്തും പിന്നീടും ഇടതു സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും കടുത്ത വാക്കുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പമ്പയിലെ അയ്യപ്പ സംഗമത്തോടെ സുകുമാരൻ നായർ ആകെ മാറിയിരിക്കുന്നു. അതിനു മുമ്പ് രോഗബാധിതനായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ സുകുമാരൻ നായരെ മുഖ്യമന്ത്രി സന്ദർശിച്ചിരുന്നു. എന്തായാലും ഇതുവരെ അടുപ്പക്കാരെന്ന് കരുതിയിരുന്ന കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ തള്ളിക്കളയുകയാണ് സുകുമാരൻ നായർ. അതും ശബരിമല വിഷയത്തിലടക്കം ഇടതു സർക്കാരിനൊപ്പമാണ് NSS എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. കോൺഗ്രസ് ഹിന്ദു വോട്ടുകൾ ആഗ്രഹിക്കുന്നില്ല, ന്യൂനപക്ഷ വോട്ടുകളോട് മാത്രമാണ് കോൺഗ്രസിന് താൽപ്പര്യം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ BJPയും കേന്ദ്ര സർക്കാരും വേണ്ട സമയത്ത് ഒന്നും ചെയ്തില്ലെന്നും NSS പറയുന്നു. NSS സമരത്തിനിറങ്ങിയ ശേഷമാണ് കോൺഗ്രസ് ഇറങ്ങിയതെന്നും ആരോപിക്കുന്നു. എന്തായാലും സുകുമാരൻ നായർ ഇതുവരെയുള്ള സമദൂരം വിട്ട് സ്വന്തക്കാരെന്ന് കരുതിയിരുന്ന BJPയെയും കോൺഗ്രസിനെയും ഒരേപോലെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ശബരിമല വിഷയത്തിലടക്കം ഇടതു സർക്കാരിന് ഒപ്പം നിൽക്കുകയാണ്. ഇത് NSSന്റെ സമദൂരത്തിൽ നിന്നുള്ള ഒരു മാറ്റമാണോ? NSS ഇടതോരം ചേരുകയാണോ?